നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സാധാരണ തൊടുകുറി വീഡിയോ അല്ല. ഇത് ഒരു വിളിയാണ്, ദേവിയുടെ വിളി. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പുറത്തു പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിനായിട്ട് സഹിക്കുന്നവരാണ് നിങ്ങൾ. മക്കൾക്കായിട്ട് കരയുന്നവരാണ് നിങ്ങൾ. എല്ലാവരുടെയും മുന്നിൽ ശക്തിയായി നിൽക്കുമ്പോഴും ഒറ്റയ്ക്കായപ്പോൾ തകർന്നു പോകുന്നവരാണ് നിങ്ങൾ. ദേവി അതെല്ലാം കാണുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സാധാരണ തൊടുകുറി വീഡിയോ അല്ല. ഇത് ഒരു സന്ദേശമാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള സന്ദേശം. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്ര പരീക്ഷണങ്ങൾ? ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, എങ്കിൽ എനിക്ക് എന്തിന് ഇങ്ങനെ? ഈ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് ദേവി അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, ദേവിയെ മനസ്സിൽ കാണുക. നിങ്ങളുടെ പ്രശ്നം ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുക. ഒന്നും പറയണ്ട, മനസ്സിൽ മാത്രം പറയുക, അമ്മേ എനിക്കൊരു അടയാളം തരൂ. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്നത് തന്നെ ഒരു അടയാളമാണ്. കാരണം എല്ലാ ആളുകളും ഇവിടെ എത്തില്ല എന്നതാണ് സത്യം. എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ തോന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് ദേവിയുടെ അനുവാദം കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 3 ദേവീ ചിത്രങ്ങളാണുള്ളത്. അത് വെറും ചിത്രങ്ങളല്ല, 3 വാതിലുകളാണ്. 3 വ്യത്യസ്ത അനുഗ്രഹങ്ങളുടെ വാതിലുകൾ. സംരക്ഷണം, സമൃദ്ധി, ശക്തിയും മാറ്റവും. പക്ഷേ നിങ്ങൾക്ക് ഏത് വാതിലാണ് തുറക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. ഒരുപാട് പേർ തെറ്റായി ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവർ ലോജിക് ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുന്നു. പക്ഷെ ഇത് ലോജിക്കിന്റെ കളിയല്ല, ഇത് ഹൃദയത്തിന്റെ വിളിയാണ്. ആദ്യം മനസ്സിൽ തട്ടി നിൽക്കുന്ന ചിത്രം തന്നെയാണ് നിങ്ങളുടെ ഉത്തരമാകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എത്ര ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയാലും നിങ്ങൾ ഒരിക്കലും ഒറ്റയാളല്ല. ദേവി നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ രാത്രി ഉറങ്ങാതെ കരഞ്ഞ ആ ദിനം പോലും ദേവി കണ്ടിരുന്നു. നിങ്ങൾ ആരോടും പറയാതെ സഹിച്ച അപമാനം പോലും ദേവി കേട്ടിരുന്നു. നിങ്ങൾ കൈവിടാൻ തീരുമാനിച്ച നിമിഷം പോലും ദേവി നിങ്ങളെ പിടിച്ചു നിർത്തി. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ 3 കാര്യങ്ങളിൽ ഒന്നാണ് നടക്കുന്നത്. 1 ഒരു വലിയ തടസ്സം, 2 സാമ്പത്തിക വിഷമം, 3 മനസ്സിനുള്ളിൽ വേദന. ഇതിൽ ഏതാണ് നിങ്ങളുടെ അവസ്ഥ? ഇന്ന് തിരഞ്ഞെടുക്കുന്ന ചിത്രം അതിന് മറുപടി നൽകും എന്നുള്ളതാണ്. എന്നാൽ ഒരു ചെറിയ നിർദ്ദേശം പറയാനുണ്ട്. ഇത് ഒരു കളിയായി കാണരുത്, ഇത് വിശ്വാസത്തോടെ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ സ്ക്രീൻ നോക്കി ഒരു ദീപം കത്തിക്കുന്നതായിട്ട് മനസ്സിൽ കണക്കാക്കുക. ആ ദീപത്തിന്റെ വെളിച്ചത്തിൽ 3 ദേവീ ചിത്രങ്ങൾ പ്രകാശിക്കുന്നു. 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ടുകൊണ്ട് 3 ദേവീ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ആദ്യമായിട്ട് നിങ്ങളുടെ കണ്ണു പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആത്മാവിന്റെ തിരഞ്ഞെടുപ്പാണ്. ഇന്ന് ദേവി നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത 3 മാസത്തെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളതാണ്. ഒരു മാറ്റം, ഒരു വാർത്ത, ഒരു ആശ്വാസം, ഇതിലൊന്നാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുങ്ങിക്കോളൂ, മനസ്സ് തുറന്നോളൂ, ദേവിയുടെ സന്ദേശം സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ. ചിത്രം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കുക. അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യുവിനിറ്റി തിരിച്ചറിയാൻ അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1ാമത്തെ ചിത്രമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആദ്യ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ധനയോഗം ആരംഭിക്കാൻ പോവുകയാണ്. ഈ ചിത്രം സാധാരണ രൂപമല്ല, ഇത് താമരപ്പൂവിലിരിക്കുന്ന മഹാലക്ഷ്മിയുടെ പരിപൂർണ അനുഗ്രഹ രൂപമാണ്. താമര എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ചെളിയിലുണ്ടായാലും മലിനമാകാത്ത ശുദ്ധി, പ്രതിസന്ധികളിൽ പോലും സൗന്ദര്യം നിലനിർത്തുന്ന ശക്തി. അതുപോലെ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്നുണ്ട്, പക്ഷെ അത് നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം. വീട്ടിൽ സമ്പാദിക്കുന്നതിനേക്കാൾ ചിലവ് കൂടുതലാണ്. എന്തെങ്കിലും സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ഒരു ചിലവ് വരും. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും, എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പണം നിൽക്കാത്തത്? ഇത് ശാപമല്ല, ഇതൊരു തടസ്സകാലം മാത്രമാണ്.
ഇപ്പോൾ ആ തടസ്സം മാറുകയാണ്. ഈ ചിത്രത്തില് നിങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾ കാണാം. അത് വെറും പണത്തെ മാത്രം സൂചിപ്പിക്കുന്നില്ല, അത് 5 തരത്തിലുള്ള സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ധനം, ആരോഗ്യ സൗഭാഗ്യം, കുടുംബ സമാധാനം, മക്കളുടെ പുരോഗതി, മനസ്സമാധാനം. ഇനി ഈ 5 മേഖലകളിലും പതിയെ പതിയെ നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും. അടുത്ത 90 ദിവസത്തില് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതായത് അടുത്ത 3 മാസങ്ങളിൽ ഒരു കുടിശ്ശിക പണം നിങ്ങൾക്ക് ലഭിക്കും. ഒരു പഴയ കടം നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കും. വീട്ടിലെ ഒരു സന്തോഷ വാർത്ത കടന്നു വരും. ഒരു പുതിയ വരുമാന അവസരം നിങ്ങളെ തേടിയെത്തും. ഇത് പെട്ടെന്ന് വലിയ അത്ഭുതം പോലെ വരില്ല, പക്ഷെ സ്ഥിരതയുള്ള വളർച്ചയായിരിക്കാം. നിങ്ങൾ നേരിട്ട ഒരു അസൂയയുടെ കഥയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ അസൂയ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണ് നിങ്ങളുടെ സമൃദ്ധിയെ തടഞ്ഞു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് വീട്ടിൽ പണം നിലനിൽക്കാത്തത്, ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്, മനസ്സിൽ അസ്വസ്ഥത കൂടിയത്. ഇപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി പതിയെ പതിയെ മാറി തുടങ്ങുകയാണ്. നിങ്ങൾ ഒരിക്കലും ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങൾ നൽകിയതിന്റെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ചെറിയ നല്ല പ്രവർത്തികൾ പോലും ഇപ്പോൾ വലിയ അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനായിട്ട്, ഇപ്പോൾ നേരിടുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഇല്ലായ്മ ചെയ്യാനായിട്ട്, ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട ചില ആത്മീയ പരിഹാരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ദീപം തെളിയിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം 21 പ്രാവശ്യം നിത്യവും രാവിലെ ജപിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ദാനം നൽകുക. ഇത് ധനയോഗം ശക്തമാക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചില മാറ്റങ്ങളുണ്ട്. വീട്ടിൽ ചിരി വർദ്ധിക്കും, പഴയ വഴക്കുകൾ കുറയും, മക്കളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും, ഭർത്താവിന്റെ മനോഭാവത്തിൽ മാറ്റം വരും. നിങ്ങൾ ഒരു പുതിയ സമാധാനം അനുഭവിക്കും എന്നുള്ളതാണ് വാസ്തവം. ദേവി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ തോന്നിയിട്ടുണ്ടാകും, എൻ്റെ ഭാഗ്യം മറ്റുള്ളവരെക്കാൾ കുറവാണോ എന്നുള്ളത്. ദേവി നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ താമരയാണ്, നിന്റെ സമയം വരികയാണ്. അടുത്ത 6 മാസങ്ങളിൽ സ്വർണമോ അല്ലെങ്കിൽ വിലപ്പെട്ട വസ്തുക്കളോ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഒരു വലിയ ചിലവ് സന്തോഷത്തോടെ നിറവേറ്റാൻ സാധിക്കും. ബാങ്ക് ബാലൻസ് മെച്ചപ്പെടും. ഒരു ആഗ്രഹം പൂവണിയാൻ പോവുകയാണ്. ഇത് ഉറപ്പുള്ള അനുഗ്രഹ കാലമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ കാണുക. താമരപ്പൂവിലിരിക്കുന്ന ദേവിയെ കാണുക. അമ്മേ, എനിക്ക് സമൃദ്ധി തരൂ, എനിക്ക് സമാധാനം തരൂ എന്ന് പ്രാർത്ഥിക്കുക. ഒരു ചെറിയ ചൂട്, ഒരു സമാധാനം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അത് അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. മഹാലക്ഷ്മി ദേവിയുടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അമ്മയുടെ പൂർണ്ണ അനുഗ്രഹത്തിനായിട്ട്, എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ജീവിതത്തിൽ കൈവരിക്കാനായിട്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2ാം നമ്പർ ചിത്രമായിട്ടുള്ള സരസ്വതി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2ാം നമ്പർ ചിത്രമാണെങ്കിൽ ഇതൊരിക്കലും സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ഒരു ആത്മീയ വിളിയാണ്. ഈ ചിത്രം നോക്കിക്കോളൂ. വെള്ള വസ്ത്രം ശുദ്ധിയുടെ അടയാളമാണ്. വീണ സംഗീതവും കലയുമാണ്. ഹംസം വിവേകവും ബുദ്ധിയുമാണ്. പിന്നിൽ പ്രകാശം ആത്മീയ ഉണർവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനവും വ്യക്തതയും എത്താനിരിക്കുന്നതിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ അധികം ചിന്തിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ ഹൃദയത്തിൽ വയ്ക്കുന്ന ആളാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരാളാണ്. മക്കളുടെ കാര്യത്തിൽ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാലും മനസ്സ് ശാന്തമല്ല. ഇത് പണത്തിന്റെ പ്രശ്നമല്ല, ഇത് മനസ്സിന്റെ ഭാരമാണ്. ദേവി ഇപ്പോൾ അതിനെ ലഘൂകരിക്കാനാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ദേവിയുടെ കയ്യിലെ വീണ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ജീവിതം ഒരു സംഗീതം പോലെയാണ്. ശ്രുതി തെറ്റിയാൽ ശബ്ദം മോശമാകും, ശ്രുതി ശരിയായാൽ മാധുര്യം വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ശ്രുതി തെറ്റിയിട്ടുണ്ട്, പക്ഷെ അത് ശരിയാകാൻ പോവുകയാണ്. അടുത്ത 41 ദിവസത്തിനുള്ളിൽ ഒരു പ്രധാന തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ഒരു വലിയ സംശയം മാറും, മനസ്സിൽ സമാധാനം വർദ്ധിക്കും. ഹംസവാഹനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹംസത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്.
പാലും വെള്ളവും വേർതിരിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. അത് വിവേകത്തിന്റെ അടയാളമാണ്. ഇനി നിങ്ങൾ നല്ലത് ചീത്ത ഇത് രണ്ടും തിരിച്ചറിയും. ആരെ വിശ്വസിക്കണം എന്ന് മനസ്സിലാക്കും. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് മാറും. നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാകും. 2-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് സാധാരണയായിട്ട് മക്കളുടെ കാര്യം പ്രധാനമാണ്. പഠനത്തിൽ പുരോഗതി, പരീക്ഷാ വിജയം, വിദേശ അവസരം, ഒരു ജോലി ലഭിക്കൽ, ഇതിൽ ഒന്നോ അതിലധികമോ നടക്കാൻ സാധ്യത ശക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ടോ, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഞാൻ എന്തൊക്കെയോ ചെയ്യാനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മാവിന്റെ വിളിയാണ്. ഇനി നിങ്ങൾക്ക് ജപത്തിൽ താല്പര്യം കൂടും, ഭക്തിയിൽ ആഴം വർദ്ധിക്കും, ഒരു ആത്മീയ ഗുരുവിനെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഒന്നെങ്കിലും ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയും, നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടും, മനസ്സിന്റെ ഭാരം ലഘൂകരിക്കും. ശരീരത്തിലെ ചില അസ്വസ്ഥതകൾ മനസ്സിന്റെ സമ്മർദ്ദം കൊണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയും. ഇനി അത് മാറും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട്. പൂർണ്ണ അനുഗ്രഹത്തിനായിട്ട്, എല്ലാ തരത്തിലുള്ള ഭാഗ്യവും നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ദിവസവും രാവിലെ ഓം ഐം സരസ്വതിയേ നമഃ എന്ന മന്ത്രം 21 പ്രാവശ്യം ജപിക്കുക. വെള്ളവസ്ത്രം ധരിച്ച് ഒരു വ്യാഴാഴ്ച ഒരു ചെറിയ പുസ്തകം ദാനം ചെയ്യുക. ഇത് ജ്ഞാനയോഗം ശക്തമാക്കും. ഇനി അതുപോലെ തന്നെ അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒരുപക്ഷെ ഒരു കോഴ്സ് ആരംഭിക്കും, ഒരു പുതിയ കഴിവ് പഠിക്കാനായിട്ട് സാധിക്കും. അതൊരുപക്ഷെ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കാം. ഒരു എഴുത്ത്, സംഗീത, കലാപ്രതിഭ പ്രകടനം നടത്താൻ സാധിക്കും. ഒരു വലിയ ആശയത്തിന് തുടക്കം കുറിക്കാൻ കഴിയും. നിങ്ങൾക്കുള്ളിലെ കഴിവ് പുറത്തു വരും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പാകത്തിന് നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അടുത്തു നിൽക്കുന്ന വ്യക്തികൾക്കോ ആ ഒരു ഭാഗ്യം വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും, എനിക്ക് ആരും ഇല്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ദേവി പറയുന്നു, നിന്റെ മനസ്സ് ഞാൻ അറിയുന്നു, നിങ്ങൾ ഒറ്റയാളല്ല. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുക. വെള്ളപ്രകാശത്തിൽ ഇരിക്കുന്ന സരസ്വതി ദേവിയെ കാണുക. വീണയുടെ മൃദുസ്വരം കേൾക്കുന്നുവെന്ന് മനസ്സിൽ ചിന്തിക്കുക. അമ്മേ, എനിക്ക് ജ്ഞാനം തരൂ, എനിക്ക് മനസമാധാനം തരൂ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഒരു ശാന്തത അനുഭവപ്പെടുന്നുണ്ടോ? അത് അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കാനായിട്ട് ഈ സന്ദേശം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സരസ്വതി ദേവിയുടെ ജ്ഞാനം എനിക്ക് ലഭിച്ചു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2ാമത്തെ ചിത്രമായിട്ടുള്ള സരസ്വതി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3ാമത്തെ ചിത്രമായിട്ടുള്ള ദുർഗാദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3ാമത്തെ ചിത്രമാണെങ്കിൽ ഇത് സാധാരണ തിരഞ്ഞെടുപ്പല്ല. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ചില ആശങ്കകളും ദൈർഘ്യമേറിയ ഒരു കാത്തിരിപ്പും എപ്പോൾ എൻ്റെ സമയം വരും എന്നൊരു ചോദ്യവും തന്നെയാണ് ഈ ചിത്രത്തിലേക്ക് നിങ്ങളെ നയിച്ചത്. ഇത് ശക്തിയുടെ രൂപമാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തത് സാധാരണ ഭാഗ്യമല്ല, നിങ്ങൾ തിരഞ്ഞെടുത്തത് വിജയത്തിന്റെ ശക്തിയാണ്. ദുർഗാദേവി എന്ന് പറയുന്നത് അസുരന്മാരെ സംഹരിച്ച അമ്മയാണ്, ഭയത്തെ ഇല്ലാതാക്കിയ അമ്മയാണ്, അന്യായത്തിന് മുന്നിൽ തല കുനിക്കാത്ത അമ്മയാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് പറയേണ്ടത്, നിങ്ങൾ ഒരിക്കലും ദുർബലരല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നിയിരിക്കാം നിങ്ങൾ ഒറ്റപ്പെട്ടവളാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവനാണ് എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നിയിരിക്കാം ആരും മനസ്സിലാക്കുന്നില്ലെന്ന്. പക്ഷേ ദുർഗാമാതാവ് പറയുന്നുണ്ട്, എൻ്റെ ശക്തി നിന്നിൽ ഉണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. ദുർഗാദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ജീവിതം എളുപ്പമായിരുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് ബാല്യത്തിൽ നിന്ന് തന്നെ ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കാം, വിവാഹ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം, കുടുംബത്തിൽ നിങ്ങളെ വില കുറച്ചിരിക്കാം. പക്ഷെ നിങ്ങൾ തകരാത്തവരാണ്. ദുർഗാദേവി മഹിഷാസുരനെ സംഹരിച്ചപ്പോൾ അവൾ ഒരാൾക്ക് വേണ്ടി മാത്രം പോരാടിയതല്ല, അവൾ നീതിക്കായി പോരാടി. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. നിങ്ങൾ നീതിക്കായി, കുടുംബത്തിനായി, മക്കൾക്കായി പോരാടിയവരാണ്. ഇപ്പോൾ അമ്മ പറയുന്നത് നിന്റെ പോരാട്ടം അവസാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അടുത്ത 6 മുതൽ 9 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങും. നീണ്ടുനിന്ന പ്രശ്നം പരിഹാരത്തിലേക്ക് പോകും. നിങ്ങളെ താഴെയാക്കാൻ ശ്രമിച്ചവർ പിന്നോട്ടടിയും. ദുർഗാദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ എല്ലാ തടസ്സങ്ങളും സ്വയം മാറിപ്പോകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ ശാന്തമായിട്ട് മുന്നോട്ട് പോകുക മാത്രം മതി. ദുർഗാദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ശക്തിയെയും ഉൾക്കൊള്ളുന്ന അമ്മയാണ്.
അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. പഴയ കടങ്ങൾ തീരാനുള്ള ഒരു സാഹചര്യം വന്നു ഭവിക്കും. കുടുംബത്തിലെ പുരുഷന്റെ തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സ്ഥിരത കാത്തിരിക്കുകയാണ്, അത് കൈവരും. പക്ഷെ പതുക്കെ ഉറച്ച രീതിയിലായിരിക്കും. ദുർഗാദേവി അമ്മയായി വരുമ്പോൾ അവൾ ആദ്യം കുടുംബത്തെ സംരക്ഷിക്കും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വിഷമമുണ്ടെങ്കിൽ അത് കുറയും. ദൂരെയായിരുന്ന ഒരാൾ അടുത്തു വരും. വിവാഹം വൈകിയിരിക്കുന്നവർക്ക് നല്ല ബന്ധം വരാം. ദുർഗാദേവിയുടെ അനുഗ്രഹം കുടുംബ സംരക്ഷണ യോഗം ശക്തമാക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടോ എന്തോ ദൃഷ്ടി അല്ലെങ്കിൽ തടസ്സം, നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത്? ദുർഗാദേവി ചിത്രം തിരഞ്ഞെടുത്തവർക്ക് അമ്മ തന്നെ നിങ്ങളുടെ ചുറ്റും ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കും. സ്വപ്നങ്ങളിൽ ദേവാലയം കാണാം. ചുവപ്പ് നിറം കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്രതീക്ഷിതമായിട്ട് ദേവീഭക്തി വർദ്ധിക്കും. ഇവയൊക്കെ സംരക്ഷണത്തിന്റെ അടയാളങ്ങളാണ്. ഈ അനുഗ്രഹം ഉറപ്പാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അടുത്ത 9 ദിവസത്തേക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഒരു ചുവപ്പ് പൂവ് സമർപ്പിക്കുക. ഓം ദും ദുർഗായേ നമഃ എന്ന മന്ത്രം 108 തവണ നിത്യവും ജപിക്കുക. ഒരു പെൺകുട്ടിക്ക് ഭക്ഷണം നൽകുക. അത് നിങ്ങളുടെ ഭാഗ്യവാതിൽ തുറക്കാൻ സഹായിക്കും. അമ്മയുടെ അവസാന സന്ദേശം ഇങ്ങനെയാണ്. ദുർഗാദേവി നിങ്ങളോട് പറയുന്നു, നീ കരഞ്ഞ ഓരോ കണ്ണുനീരും ഞാൻ കണ്ടു. ഇനി നിന്റെ വിജയദിനങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങൾ ഒരിക്കലും തകർന്നു പോയിട്ടില്ല, തളർന്നിരിക്കുകയാണ്. അവിടെ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ തീയിൽ കുരുത്തതാണ്, ഒരിക്കലും വെയിലത്ത് വാടില്ല. ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ഉയർച്ചയാണ്, ഇനി നിങ്ങളുടെ വിജയമാണ്. ദുർഗാദേവിയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നവർ ജയ് മാതാ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അമ്മയുടെ ശക്തി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തട്ടെ, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ദുർഗാദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ സന്ദേശങ്ങളൊക്കെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അമ്മേ ദേവി രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.